ശ്രീമദ് ഭാഗവതം ക്ലാസ് 195. നമ്മളിന്ന് നോക്കുന്നത് ഒമ്പതാമത്തെ സ്കന്ധത്തിലെ 15ാമത്തെ അധ്യായമായിട്ട് പരശുരാമാവതാരവും കാർത്തവീര്യ വധവുമാണ്. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ നമുക്ക് ഇതുവരെ ഭാഗവതത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി ഒന്ന് കണ്ടിട്ട് അതിലേക്ക് വരാം. അപ്പം മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, ഈ 5 അവതാരങ്ങളിലൂടെയാണ് ആ സൃഷ്ടികർത്താവ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് ബ്രഹ്മം. അതിന് രൂപവും ഭാവവും ഇല്ല. അതിന് ഋഷികൾക്ക് പോലും പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. ആർക്കും മനസ്സിലാക്കാനും പറ്റില്ല. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ഒരു സംഗതിയുണ്ട്, അതിൻ്റെ രൂപവും ഭാവവും ഒന്നുമില്ല, ഒരു ഗുണവുമില്ല. പക്ഷേ അങ്ങനെയുള്ളതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. ഒരു ഗുണമില്ലാതെ എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക? അപ്പം അങ്ങനെയുള്ളതിനെ ഋഷികളും പറഞ്ഞു, നമുക്കും പൂർണ്ണമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല എന്താ സാധനം. അത് ചെറുതിൽ ചെറുതും വലുതിൽ വലുതും, അതിന് രൂപവുമില്ല, ഭാവമില്ല, ആരോടൊരു താല്പര്യമില്ല. അതാണ് ഈശ്വരനായിട്ട് കാണുന്നത്. അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അതിനൊരിക്കലും പ്രപഞ്ചം ഉണ്ടാകണമെന്ന് തോന്നി. അതാണ് ആ ശക്തിവിശേഷത്തിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രപഞ്ചമായി മാറുമ്പോൾ എത്ര വസ്തുക്കളുണ്ട് പ്രപഞ്ചത്തിൽ? 33 കോടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. അത്രയും വസ്തുക്കളായിട്ട് മാറി. അതെല്ലാം ദേവതകൾ. അപ്പം നമ്മളെല്ലാം ദേവതകളാണ്. ഇവിടെ എന്തെല്ലാം ഉണ്ടായോ അതെല്ലാം ദേവതകളാണ്. അങ്ങനെയുള്ള വസ്തുക്കളിലൂടെയാണ് ആദ്യം മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനാവതാരങ്ങളിലൂടെ 5 അവതാര കഥകളെ വെച്ചുകൊണ്ട് കഥയിൽ കഥാപാത്രങ്ങളായിട്ട് പറഞ്ഞു തന്നെയാണ്. ആദ്യം ഉണ്ടായത് പ്രപഞ്ചമാണ്. പ്രപഞ്ചമുണ്ടായത് സയൻസിലൂടെ തന്നെയാണ്. അത് ആധുനിക ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. ഊർജത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. ഊർജത്തിൽ നിന്ന് ദ്രവ്യമായ കണങ്ങളുണ്ടായി. കണങ്ങൾ കൂടിച്ചേർന്നിട്ട് ആറ്റങ്ങളായി. ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഇനി പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളായി. അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം കൂടിച്ചേർന്നിട്ട് ഗോളമായി. ഗോളത്തെ പിന്നെ ഒരേ ക്രമത്തിൽ ചുറ്റിപ്പിച്ചു. അങ്ങനെ ചുറ്റിപ്പിച്ചുണ്ടായതാണ് ഇലക്ട്രോണുകൾ, ആറ്റങ്ങൾ, ഇലക്ട്രോണല്ല ആറ്റങ്ങൾ. അതേപോലത്തെ പ്രപഞ്ചത്തിൽ സൂര്യനും ഗ്രഹങ്ങളുമെല്ലാം. ഇങ്ങനെ കുറേ ഗോളങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ പ്രപഞ്ചം ഉണ്ടായതിൻ്റെ ശേഷമാണ് പിന്നെ ഭൂമി ഉണ്ടായി. ഭൂമിയിലാണ് ജീവജാലങ്ങൾ ഉണ്ടായി. പിന്നെ ഭൂമിയിലുള്ള പുരോഗതികൾ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയാണ് സാധിക്കുന്നത്. ആ കഥയാണ് 4 യുഗങ്ങളായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഹൃദയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അപ്പം മനുഷ്യനുണ്ടായാൽ മനുഷ്യൻ പുരോഗമിക്കുന്നത് ഒരു കഥരൂപത്തിൽ 4 കാലഘട്ടമായിട്ട് വിവരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പ്രാകൃത മനുഷ്യൻ്റെ കാലഘട്ടം. ആദ്യം കുറച്ച് മനുഷ്യരേ ഉള്ളൂ. അവിടെ പിന്നെ കൃഷിയൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ജീവിക്കാൻ ഒരു സൗകര്യങ്ങളുമില്ല. ഒരു കാടന്മാരുടെ അവസ്ഥ, തിന്നാനുമില്ല. അങ്ങനെയുള്ള മനുഷ്യരെങ്ങനെയാണ് പോവുക? ആ ചരിത്രമാണ് പരശുരാമ കഥയിലൂടെ പറയാൻ പോകുന്നത്. അത് പണ്ടത്തെ ഗോത്ര കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഗോത്ര കാലഘട്ടത്തിൽ മനുഷ്യർ കുറച്ചേ ഉള്ളൂ, തിന്നാനൊന്നുമില്ല. അത് ഓരോ ദേശത്തിലും അവിടെ കുറച്ചുണ്ടാവും. അപ്പം അവരെന്തെങ്കിലും എല്ലാം സംഘടിപ്പിച്ചിട്ട് പശുവിനെയെല്ലാം. അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന് വേണ്ട എല്ലാ സാധനവും കിട്ടുന്നത് പശുവിൻ്റെ പാലിൽ നിന്നാണ്. അതുകൊണ്ട് അന്നത്തെ ധനം എന്ന് പറയുന്നത് പശുവാണ്. നമുക്കറിയാം, പശുവിൻ്റെ പാലിൽ മനുഷ്യർ എന്തെല്ലാം ശരീരത്തിന് വേണ്ടോ അതെല്ലാം പശുവിൻ്റെ പാലിലുണ്ട്. പാല് മാത്രം കുടിച്ചിട്ട് ജീവിക്കാം. കാരണം എന്തെല്ലാം, അല്ലാതെ ചെടികളെല്ലാം സസ്യങ്ങളും എല്ലാം തിന്നിയാണെങ്കിൽ നമ്മൾ പലതരം സസ്യങ്ങൾ കഴിക്കണം, പഴങ്ങൾ കഴിക്കണം, പിന്നെ മുട്ട കഴിക്കണം, ഇങ്ങനെ പലത് കഴിക്കേണ്ടി വരും.
ഇതൊന്നും വേണ്ട, പാല് കഴിച്ചാൽ മതി. അതുകൊണ്ടാണ് പാലിന് അന്ന് പശുവിനെ കൊണ്ടാണ്, പശു പെട്ടെന്ന് വളരുകയും ചെയ്യും. അല്ലാതെ ചെടികളെല്ലാം അന്ന് നട്ടിട്ട് മുളക്കണ്ടിക്ക് കുറേ കാലം പിടിക്കും. പശു പെട്ടെന്ന് വളരും, പാലും തരും. അതുകൊണ്ട് അക്കാലത്ത് പശുക്കളായിരുന്നു ധനം. പിന്നെ അവർ അവിടെ ഇവിടെയെല്ലാം അതും ഇതുമെല്ലാം ചെറിയതെല്ലാം നട്ട് മുളപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ എന്നാലും ദാരിദ്ര്യം തന്നെയായിരിക്കും. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഒന്നാമത് തിന്നാനില്ല, രണ്ടാമത് ജനമില്ല. ജനവും അവിടെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ജനം ഉണ്ടാണ്ടിക്ക് സ്ത്രീകൾ വേണം. അപ്പോൾ സ്ത്രീകൾ ആവശ്യമുണ്ട് അവർക്ക്. പിന്നെ ജോലി ചെയ്യാനും ആരുമില്ല, അപ്പം കുറച്ച് ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, കയ്യൊപ്പുള്ളവൻ അടുത്ത സ്ഥലത്ത് പോയിട്ട് അവൻ്റെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുവരും, അവരെ പെണ്ണുങ്ങളെയെല്ലാം പിടിച്ചു കൊണ്ടുവരും, ആരോഗ്യമുള്ള പുരുഷന്മാരെ കൊണ്ടുവന്നിട്ട് അടിമയാക്കും. അതാണ് ഗോത്ര കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ഥലത്ത് കുറച്ച് പേരുണ്ടെങ്കിൽ അവർ സൂക്ഷിച്ച് ജീവിച്ചിട്ടില്ല എങ്കിൽ, അവരുടെ സുരക്ഷിതത്വം അവർ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ വേറെ ദേശക്കാർ വരും, അവരെ പെണ്ണുങ്ങളെല്ലാം അടിച്ചുകൊണ്ടുപോകും, അവൻ്റെ അടുത്തുള്ള സാധനമെല്ലാം അടിച്ചുകൊണ്ടുപോകും, അവരെയെല്ലാം അടിമകളായി പിടിച്ചുകൊണ്ടുകയും ചെയ്യും. അപ്പോൾ ഓരോ ദേശത്തുള്ളവരും എന്ത് ചെയ്യും, അവരിൽ തടിമുടുക്കുള്ളവനെ പിടിച്ചിട്ട് ഗോത്രത്തലവനാക്കും. കുറച്ച് കഴിയുമ്പം അത് അവർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോഴും ആരാണ് ജയിക്കുക? ഏത് ഗോത്രത്തലവനാണോ ശക്തിയുള്ള അവൻ ഇവരെയെല്ലാം അടിച്ചിട്ടിട്ട് കൊണ്ടുപോയി ഇത് ചെയ്യും. ഇങ്ങനെ സ്ത്രീകളെ അടിച്ചുകൊണ്ടുപോകും, ഭക്ഷണം. പിന്നെ ഓരോ ദേശമെല്ലാം അവൻ്റെ കീഴിലായി മാറും. അങ്ങനെ കുറച്ചായി വരുമ്പോൾ അവൻ രാജാവായി മാറും. കുറേ ദേശങ്ങളെല്ലാം കീഴടക്കിയിട്ട് രാജാവാകും. അങ്ങനെയാണ് രാജഭരണങ്ങളെല്ലാം ഉണ്ടായത്. പക്ഷേ ഈ രാജാക്കന്മാരും ഈ തടിമുടുക്കുള്ളവരെല്ലാം അവസാനം എന്തായാലും ദുഷിക്കുമ്പോൾ അവർ സ്വാർത്ഥമതികളാകും. യഥാർത്ഥത്തിൽ ഒരാളെ തലവനാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ കീഴിലുള്ള ആളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാലോ, ഒരാൾ തലപ്പത്തെത്തുമ്പോൾ അധികാരം തലക്ക് മുക്കുമ്പോൾ എന്ത് പറ്റും? അവർ ആ ജനങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാതെ അവരുടെ കാര്യത്തിലൊന്നും താല്പര്യം ഉണ്ടാവില്ല, അവൻ്റെ കാര്യത്തിലേ താല്പര്യം ഉണ്ടാവും. സ്വാർത്ഥമതികളായി പിന്നെ അവർക്ക് അവനെക്കൊണ്ട് തലവേദനയായിത്തീരും. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ തലവൻ രാജാവെല്ലാകുമ്പോൾ അവർ ദുർമാർഗികളായാൽ പിന്നെ അവനെ കൊണ്ടായിരിക്കാം നാട്ടുകാർക്ക് മുഴുവൻ ശല്യം. പിന്നെ അവനെന്താ പറയാന്ന് വെച്ചാൽ, ഞാനാണ് രാജാവ്, ഞാൻ തന്നെയാണ് ദൈവം. അപ്പം ആ കാലഘട്ടത്തിലാണ് രാജാക്കന്മാരെല്ലാം കൺകണ്ട ദൈവം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അവർ ജനങ്ങളെല്ലാം ഞാൻ ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അന്ന് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ജനങ്ങളുമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഗോത്ര കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ നമുക്ക് ചില ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം അറിയാലോ. അങ്ങനെയാണ് മതങ്ങളിൽ ഉണ്ടായത് തന്നെ, അങ്ങനെയെല്ലാം വന്നതാണ്. ചില കാലഘട്ടത്തിൽ ഞാൻ രാജാവാണെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ രാജാവിൻ്റെ അടുത്ത ആളാണെന്നെല്ലാം പറയും. അല്ല, ഞാൻ രാജാവാണ്, ഞാൻ ദൈവമാണ്, ഞാൻ ദൈവത്തിൻ്റെ അടുത്ത ആളാണെന്നെല്ലാം പറയും. ദൈവം തന്നെ ഞാനാണെന്ന് പറയും. അങ്ങനെ അഹങ്കാരം തലക്ക് മുക്കും. അങ്ങനെ അധികാരങ്ങൾ മുകളിലെത്തുമ്പം പിന്നെയുള്ള ചിന്ത ഞാൻ ദൈവമാണ്, എന്നെ ദൈവം വിട്ടതാണ് എന്നുള്ള ചിന്തയെല്ലാം കയറി വരും. അങ്ങനെയാണ് അന്ന് ദൈവവും ദൈവത്തിൻ്റെ ആള് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ അവൻ്റേതായ കുറേ തത്വങ്ങളെല്ലാം അടിച്ചിറക്കും. അതിന് സഹായകമായിരുന്നത് വേദങ്ങൾ തന്നെയാണ്. പക്ഷേ വേദങ്ങൾ മുഴുവൻ സയൻസ് ആയതുകൊണ്ട് ആർക്കും വായിച്ചാലൊന്നും മനസ്സിലാവില്ല. അപ്പം അത് അവിടെ ഇവിടെയും വായിച്ചിട്ട് അവൻ പിന്നെ വ്യാഖ്യാനിച്ചിട്ട് ആ ദൈവം ഞാൻ തന്നെ, എന്നിട്ട് അവൻ കുറേ അതിൻ്റെ അകത്തു നിന്നെല്ലാം കോപ്പി അടിച്ച് അവൻ്റെ പകലമായിട്ട് കുറേയെല്ലാം ഉണ്ടാക്കുക. അതുകൊണ്ട് അന്നുള്ള ഗ്രന്ഥങ്ങളെല്ലാം നോക്കിയാൽ കാണാം, ദൈവം, നരകം എന്നുള്ള വാക്ക് ഏതിലുള്ളതാണ്? വേദങ്ങളിലുള്ളതാണ്. 7 ലോകങ്ങൾ, 7 ലോകമെല്ലാം വിവരിച്ചിരിക്കുന്നത് വേദങ്ങളിലാണ്. ഇവർക്കൊന്നും 7 ലോകം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പിന്നെ അങ്ങ് അടിച്ചുകൂടി 7 ലോകങ്ങളുണ്ട്, നരകങ്ങളുണ്ട്, ആത്മാവുണ്ട്. ഈ ആത്മാവ് എന്നുള്ള വാക്കല്ല ഇവിടുന്ന് വന്നതാണ്, ഇതിൽ നിന്ന് വന്നതാണ്.
എല്ലാം വേദത്തിലുള്ള കാര്യങ്ങളെ മറ്റുള്ള അവർ പറയുന്നതിൽ കാണുകയുള്ളൂ. പക്ഷെ വേദം പറയുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഈ ദേവതകളൊന്നുമല്ല. ദേവതകൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്നുണ്ടായ 33 കോടി നമ്മളെല്ലാം അടക്കം കല്ലും മണവും അടക്കമുള്ളതാണ് ദേവതകൾ. ഈശ്വരന് രൂപവും ഭാവവും ഇല്ലാതെ ഒന്നിനും തലകെട്ടില്ലാതെ അതിനാർക്കും മനസ്സിലായിട്ടില്ല. അതാണ് യഥാർത്ഥ ഈശ്വരൻ. പക്ഷേ പിന്നെ വ്യാഖ്യാനിച്ച് വരുമ്പോൾ ഞാൻ തന്നെ ഈശ്വരനും വ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ ഞാൻ ഈശ്വരൻ്റെ അടുത്ത ആളാണ്, ഈശ്വരൻ പറയുന്നത് വെറുകാരാണ് ഞാൻ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറേ തത്വങ്ങളെല്ലാം അടിച്ചിടക്കും. അങ്ങനെ കുറേ മതങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായതാണ് മതങ്ങൾ. പക്ഷെ അവർ പറയുന്നതിലെല്ലാം വേദത്തിലുള്ള ഇപ്പോൾ എല്ലാം അതിൻ്റെ അകത്ത് കാണാം. വേദത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ കാണാം. പക്ഷേ ശരിയാർത്ഥത്തിലല്ല, അത് അവരുടേതായ നിലയിൽ വ്യാഖ്യാനിച്ചു. പക്ഷെ വേദം ഒരു സയൻസ് ഗ്രന്ഥം മാത്രമാണ്. അത് മതവുമായിട്ടൊരു ബന്ധവുമില്ല. അതൊരു സയൻസ് ഗ്രന്ഥമാണ്. ചരിത്രമുണ്ട്, ചരിത്രം കഥരൂപത്തിൽ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം ഗോത്ര കാലഘട്ടത്തിലെ ചരിത്രം എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. അപ്പം ചിലവരെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ, നാട്ടിലുള്ള ആൾക്കാർ ഒരുത്തനെ പിടിച്ച് നേതാവാക്കും. അവൻ പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അവൻ തന്നെ ഞാൻ തന്നെ ദൈവം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ നടക്കാൻ തുടങ്ങും. അവനെ ആരെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എതിർക്കും. ഈ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ ബുദ്ധിയുള്ളവരാണ്. അവരാണ് ബ്രാഹ്മണർ. അപ്പോൾ അവർക്ക് ഇന്നത്തെ കാലത്തും ചോദ്യം ചെയ്യുന്ന ബുദ്ധിമാന്മാരെ ഭരണാധികാരികൾക്ക് ഭയമാണ്. ചോദ്യം ചെയ്യുന്ന ചിന്തകരെ, അതായത് ബ്രാഹ്മണരെ ഭരണാധികാരികൾക്ക് ഭയമാണ്. ഈ ഭരിക്കുന്ന രാജാക്കന്മാർക്കാണ് ക്ഷത്രിയരെന്ന് പറയുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ ഈ ഗോത്രത്തലവന്മാരും രാജാക്കന്മാരും എല്ലായി മാറുന്നത് ക്ഷത്രിയരാണ്. അവർ അധർമ്മികളായി മാറും. അപ്പം ഇത്രയാണ് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ നോക്കിയാൽ കാണുന്നത്. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ പരശുരാമ കഥയിലേക്കും അവതാരത്തിലേക്കും കാർത്തവീര്യ വധത്തിലേക്കും കടക്കാം. അപ്പം ശ്രീ ശുഗൻ പറയുകയാണ്, പുരൂരവസിന് ഊർവശിയിൽ നിന്ന് 6 പുത്രന്മാരുണ്ടായി. അത് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടതാണ്. ആയുസ്, ശ്രുതായുസ്, സത്യായുസ്, രയൻ, ജയൻ, വിജയൻ എന്നിവരാണ് ആ 6 മക്കൾ. എന്നിട്ട് ശ്രുതായുസ്സിൽ നിന്ന് വസുമാനുണ്ടായി, സത്യായുസ്സിൽ നിന്ന് ശ്രുതജ്ഞയനുണ്ടായി, രയന്റെ നിന്നും ഏകനുണ്ടായി. അങ്ങനെ ജയനിൽ നിന്നും അമീതനും ഉണ്ടായി, വിജയനിൽ നിന്ന് ഭീമനും ഉണ്ടായി. അപ്പം അങ്ങനെ 6 മക്കളിൽ നിന്നുണ്ടായ മക്കളെ പറ്റി പറഞ്ഞു. അതിൽ അവസാനത്തവൻ്റെ വിജയനിൻ്റെ മകനാണ് ഭീമൻ. ഭീമനിൽ നിന്നും കാഞ്ചനനുണ്ടായി. അവസാനത്തവൻ്റെ എന്നാണ് പറയുന്നത്. കാഞ്ചനിൽ നിന്നും ഹോത്രകനുണ്ടായി. ഹോത്രകനിൽ നിന്നും 3 പറയുകയാണ് ജഹ്നു ഉണ്ടായി. അവൻ ഗംഗാനദിയെ ഒറ്റവായിൽ നിറച്ച് പാനം ചെയ്തു എന്നാണ് പറയുന്നത്. ഗംഗാനദിയെ ഒറ്റവായിൽ നിറച്ച് പാനം ചെയ്തു എന്ന് പറയുകയാണ്. അതെല്ലാം അപ്പം ചില പ്രേരക ശക്തികളായിട്ട് കാണണം. ഇതൊന്നും വ്യക്തികളായി മാറിയിട്ടില്ല. പിന്നെ അതിൽ നിന്നും പുരു ഉണ്ടായി. പുരുവിൽ നിന്നും വലാകനുണ്ടായി. വലാകനിൽ നിന്നും അജകനുണ്ടായി. അജനിൽ നിന്നും 4 പറയുകയാണ്. കുശനിൽ നിന്നും 4 പേരാണ് ഉണ്ടായത്. കുശാംബു, മൂർത്തയൻ, വസു, കുശനാഭൻ, ഇങ്ങനെ 4 പേരുണ്ടായി. ഇതിൽ കുശാംബുവിൽ നിന്നും ഗാന്ധി ഉണ്ടായി. അപ്പം ഈ പരമ്പര പറയുകയാണ്. അപ്പോൾ കുറേ പുരൂരവസിൽ നിന്നും കുറേ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഗാന്ധി ഉണ്ടായത്. പുരൂരവസിൻ്റെ കാലം നമ്മൾ പുരൂരവസിൻ്റെ എല്ലാം കഥ കഴിഞ്ഞതിൽ കണ്ടു. അത് ഏത് കാലഘട്ടത്തിലാണെന്ന്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോഴാണ് ഈ
ഗോത്ര കാലഘട്ടം വരുന്നത്. ആ ഗോത്ര കാലഘട്ടം വരെയുള്ള ഓരോ കാലഘട്ടത്തിൽ ഓരോ രാജാക്കന്മാരുടെ പേരങ്ങ് പറഞ്ഞു വിട്ടതായിട്ട് കണ്ടാൽ മതി. ആ രാജാക്കന്മാർ ആ കാലഘട്ടത്തിലെ കാര്യങ്ങളെല്ലാം ആ രാജാക്കന്മാരെ പേര് വെച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും കഥയായിട്ട് വിവരിക്കും. ആ കാലഘട്ടത്തിൻ്റെ വർണ്ണന കൊടുക്കണ്ടെങ്കിൽ അങ്ങനെ എവിടെ എത്തിയിരിക്കുകയാണ്? ഗോത്ര കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോഴുള്ള വ്യക്തിയാണ് ഗാന്ധി. അപ്പം ഗാന്ധിക്കൊരു മകളുണ്ട് എന്ന് പറയാണ്, സത്യവതി. സത്യവതിയെ ഋചികൻ എന്ന ബ്രാഹ്മണൻ വിവാഹം യാചിച്ചു. അപ്പം സത്യവതിയെ വിവാഹം കഴിക്കണമെന്ന് ഋചികൻ എന്ന ഒരു ബ്രാഹ്മണൻ പോയി അഭ്യർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഗാന്ധിക്ക് അവനെ അത്ര തീരെ പിടിച്ചില്ല. പോരാ, അവനത്ര കഴിവൊന്നുമില്ല, കല്യാണം കഴിച്ചു കൊടുക്കാൻ യോഗ്യതയൊന്നുമില്ല. പക്ഷേ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ന്യായം പറയണമല്ലോ. അതുകൊണ്ട് എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, അദ്ദേഹത്തോട് എന്ത് പറഞ്ഞു പിതാവ്? ചന്ദ്രനെ പോലെ വെളുത്തതും ഒരു വശത്തെ ചെവി കാത് കറുത്തതുമായ, ചന്ദ്രനെ പോലെ നല്ല വെളുത്ത കുതിരയായിരിക്കണം. ഒരു വശത്തെ ചെവി കറുത്തതായിരിക്കണം. അങ്ങനെയുള്ള 1000 കുതിരകളെ കന്യാധനമായി തന്നാൽ, കന്യകക്ക് വിലയായിട്ട് തന്നാൽ ഞാൻ കല്യാണം കഴിച്ചു തരാം. ഒരു ഡിമാൻഡാണ് വെച്ചത്. 1000 കുതിരകളെ തരണം, പക്ഷേ നല്ല വെളുത്ത കുതിരയായിരിക്കണം, ഒരു ഭാഗത്തെ ചെവി കറുത്തതും ആയിരിക്കണം. ഇത് തരാൻ പറ്റൂല എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. ഞങ്ങൾ ക്ഷത്രിയരാണ്, അതുകൊണ്ടാണ് ഈ കുതിരകളെ വേണ്ടത് എന്ന് പറയുകയാണ്. രാജാവാണല്ലോ, ക്ഷത്രിയരാണ്. അപ്പം ഇവൻ വന്ന് ചോദിച്ചവനാരാണ്? ബ്രാഹ്മണനാണ്. അപ്പം 7 ഇത് പറഞ്ഞപ്പോൾ ഋചികൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, വരുണന്റെ അടുക്കലേക്ക് പോയിട്ട് അത്തരം കുതിരകളെ കൊണ്ടുവന്നു. എന്നിട്ട് കൊടുത്തിട്ട് സുന്ദരിയായ സത്യവതിയെ വിവാഹം ചെയ്തു. അങ്ങനെയാണ് ആ വിവാഹം അവൻ നടത്തിയത്. അപ്പം ഇവൻ ബ്രാഹ്മണനാണ്, മറ്റേത് സത്യവതി നായരാണ്, ക്ഷത്രിയരാണ്. നായരല്ല, ക്ഷത്രിയരാണ്. അപ്പോൾ സന്തതി ഉണ്ടാകാനുള്ള അഭിലാഷത്താൽ ഭാര്യയുടെ മാതാവിനാലും അപേക്ഷിക്കപ്പെട്ടപ്പോൾ ആ ഋഷി മഹർഷി 2 വിധം മന്ത്രത്താൽ ജപിച്ച ഹവിസിനെ പാകം ചെയ്തിട്ട് വെച്ചിട്ട് കുളിക്കാൻ പോയി. അപ്പം അമ്മക്കും മോക്കും കുട്ടികൾ ഉണ്ടാകാനുള്ള ആഗ്രഹം. ഇയാൾ കല്യാണം കഴിച്ച സത്യവതി എന്ന ഭാര്യയ്ക്കും അവളുടെ അമ്മക്കും കുട്ടികൾ ഉണ്ടാകാനുള്ള താല്പര്യം. അതുകൊണ്ട് ഇദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അതുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ മന്ത്രിച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം, 2 പാത്രത്തിൽ വെള്ളാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇയാൾ ബ്രാഹ്മണനാണ്. അപ്പം മോക്ക് നല്ല ബ്രാഹ്മണന് തുല്യമായ നല്ലൊരു കുട്ടി ഉണ്ടാകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഇതാണ് ഉണ്ടാക്കി വെച്ചത്. അമ്മക്ക് ക്ഷത്രിയ ആയതുകൊണ്ട് നല്ലൊരു ക്ഷത്രിയ കുട്ടി എന്നുള്ളതായിക്കോട്ടെ, എല്ലാം തികഞ്ഞ. അപ്പം ക്ഷത്രിയൻ ഉണ്ടാകേണ്ട മന്ത്രം ജ്വലിച്ചിട്ടുള്ള വെള്ളുവാണ് വെച്ചു കൊടുത്തത്. എന്നിട്ട് കുളിക്കാൻ പോയി. അപ്പം കുളിക്കാൻ പോയപ്പോൾ 9 അതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചിട്ട് മാതാവ് എന്ത് വിചാരിച്ചു? അപ്പം അവളുടെ മാതാവിന് തോന്നി ഇങ്ങനെ ഭാര്യക്കാർക്ക് നല്ല വെള്ളം ഉണ്ടാക്കി വെച്ചിരിക്കുക.
അതുകൊണ്ട് ആ വെള്ളം മോളോട് പറഞ്ഞ് ആ വെള്ളം എനിക്ക് തന്നെ മറ്റേത് നീ കുടിച്ചു വന്നു. അപ്പോൾ അവർ തമ്മിലൊരു ധാരണയായി. അപ്പോൾ ക്ഷത്രിയനായ ആ സ്ത്രീ അമ്മ ബ്രാഹ്മണനുണ്ടാകേണ്ട വെള്ളമാണ് എടുത്ത് കുടിച്ചത്. പക്ഷെ അത്രയും ബ്രാഹ്മണനും കൂടി ചേർന്നിട്ട് ഒരു കുട്ടിയായിരിക്കും ഉണ്ടാവുക. ഇവള് ബ്രാഹ്മണന് നല്ലൊരു ബ്രാഹ്മണ കുത്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇവക്ക് ബ്രാഹ്മണ വെള്ളം ഉണ്ടാക്കി വെച്ചിരുന്നത്, ബുദ്ധിയുള്ള. അപ്പൊ ഇവള് ക്ഷത്രിയൻ്റെയാണ് എടുത്ത് കുടിച്ചത്, അമ്മക്കൂടെ ഉണ്ടാക്കി വെച്ചതാണ് എടുത്ത് കുടിച്ചത്. എല്ലാം പരസ്പരം മാറ്റി. പത്തില് ഇത് മനസ്സിലാക്കിയ ഋചക മുനി പത്നിയോട് പറഞ്ഞു, നെറികെട്ട പ്രവൃത്തിയാണ് നീ ചെയ്തത്. നീ ചെയ്തത് നെറികെട്ട പ്രവൃത്തിയാണ്. അതുകൊണ്ട് എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? നിന്റെ പുത്രൻ അതിദാരുണനും ആയുധധാരിയായിട്ട് ഭവിക്കും. നിന്റെ പുത്രൻ ബുദ്ധിയെല്ലാം കുറച്ച് കുറവായിരിക്കും, നല്ല ആയുധധാരി, ശരിയായ ബുദ്ധിയൊന്നും ഉണ്ടാവില്ല, ഒരു ബ്രാഹ്മണന് വേണ്ട ബുദ്ധിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ലൊരു ആയുധധാരിയായിട്ടാണ് ഭവിക്കാൻ പോകുന്നത്. നിന്റെ സഹോദരൻ, അതായത് അമ്മ പ്രസവിക്കുന്നത് ബ്രഹ്മജ്ഞാനികളിൽ മുമ്പനായും ഭരിക്കും. കാരണം അത് ബ്രാഹ്മണ വെള്ളമല്ലേ കഴിച്ചത്. അതുകൊണ്ട് അവനെന്തായിത്തീരും? നല്ല ബുദ്ധിയുള്ള ആളായിട്ട് ഭവിക്കുകയും ചെയ്യും. അത് വിശ്വാമിത്രനെ നമുക്കറിയാലോ. പക്ഷെ ഇവർക്കുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ശുദ്ധമായ ബ്രാഹ്മണരാണെങ്കിൽ അവർക്ക് ധൈര്യം കുറവാണ്. ശുദ്ധരായ ബ്രാഹ്മണരാണെങ്കിൽ, ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ, അല്ലാതെ ജനിച്ചത് കൊണ്ടൊന്നും അത് കിട്ടാൻ പോകുന്നില്ല. നമ്മളെ സ്കൂളിൽ കോളേജുകളിൽ പഠിക്കുമ്പോൾ നല്ല പഠിക്കുന്ന ബുദ്ധിമാന്മാർ അവർ ക്ലാസ്സിൻ്റെ മുൻബെഞ്ചിൽ ഇരുന്നിട്ട് ബാക്കിയുള്ളവരൊന്നും ചെയ്യാതെ ശ്രദ്ധിക്കാതെ പഠിപ്പിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് മുൻബെഞ്ചിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ പഠിച്ചിട്ട് പോകും. നല്ല ബുദ്ധിയാണ്. അപ്പം അവരെ ബ്രാഹ്മണരായിട്ട് നമ്മൾ സങ്കല്പിച്ച് നോക്കൂ. പരീക്ഷയിലെല്ലാം നല്ല റാങ്ക് വാങ്ങുന്ന ആൾക്കാരാണ്, ബ്രാഹ്മണരാണ്. പക്ഷേ സമൂഹത്തിൽ ഭരണത്തിലെത്തുമ്പോൾ ഇവരൊന്നും എവിടെയും ഇല്ല, ഈ റാങ്ക് വാങ്ങിയ കക്ഷികളൊന്നും. അവരെവിടെയെങ്കിലും വല്ല സ്കൂളിൽ പ്രിൻസിപ്പളോ എന്തെല്ലാം ആയിട്ടിരിക്കും. അവരെ നയിക്കുന്ന തലപ്പത്തിരിക്കുന്നവരാരായിരിക്കും? ഈ ക്ലാസ്സിൽ പിൻബെഞ്ചിൽ ഇരുന്നിട്ട് ക്ഷത്രിയ സ്വഭാവം കാണിച്ച എല്ലാ ഏടാകൂടത്തിലും തലയിട്ട് കൊണ്ടിരിക്കുന്നവൻ രാഷ്ട്രീയത്തിലൂടെയും മറ്റുള്ള നിലയിലും എല്ലാം ഇവൻ്റെ തലയിൽ വന്ന് ഇരിക്കും. ഇപ്പം നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും, പ്രൊഫസറായിരിക്കും, PhD ആയിരിക്കും, കോളേജിൻ്റെ പ്രിൻസിപ്പളായിരിക്കും. പക്ഷെ അയാളെ നിയന്ത്രിക്കുന്ന ആരായിരിക്കും? വല്ല കള്ള് കച്ചവടവും മറ്റോ നടത്തുന്ന മറ്റു നിലയിൽ സമർത്ഥം ഇങ്ങനെയുള്ള അവർ, അതായത് ക്ഷത്രിയ സ്വഭാവമുള്ളവരായിരിക്കും മുകളിൽ കയറി ഇരിക്കുക. എന്നിട്ട് ഇവർ പറയുന്ന റാൻ റാൻ ഏതുപോലെ? ഭീഷ്മരെ പോലെ. ഭീഷ്മര് അങ്ങനെയങ്ങ് റാൻ മൂളി ഇരിക്കുകയാണ് ചെയ്യുക. അവരെ നിയന്ത്രിക്കുന്ന ആരായിരിക്കും? ശകുനിയും ദുര്യോധനാദികളും എല്ലാം പോലെയുള്ള കക്ഷികളായിരിക്കും മുകളിൽ ഇരുന്നിട്ട് ഇവരെ നിയന്ത്രിക്കുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ ബുദ്ധി കൂടുന്നവർക്ക് ബലം, ധൈര്യം കുറവാണ്. അപ്പൊ ശുദ്ധമായ ബ്രാഹ്മണനായാൽ ധൈര്യം കുറവാണ്. അവനെ പിടിച്ചിട്ട് മറ്റേ ക്ഷത്രിയം വന്നിട്ട് പറയടാ ഇപ്പം രാത്രിയല്ലേ എന്ന് ചോദിച്ചു. ഇപ്പം പകലല്ലേ, ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന പകലാണ്. പറയടാ ഇപ്പം രാത്രിയല്ലേ എന്ന്. ഓ അതെ സാർ ഇപ്പം രാത്രി തന്നെയാണെന്ന് പറയും. ആര്? ബുദ്ധിമാന്മാർ. ക്ഷത്രിയർക്കാണെങ്കിൽ കുറച്ച് ബുദ്ധി കുറവാണ്. ചെയ്യുന്നൊന്നും ഈ ശരീരമിട ധീരത ഉള്ളവർക്ക് അത് കുറച്ച് കുറവാണ്. പക്ഷെ ഈ മിക്സ് ആവുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ബുദ്ധിയും വരും, ശരീരശക്തിയും വരും. അങ്ങനെ ഉണ്ടാകുന്ന രണ്ട് കക്ഷികളാണ് പരശുരാമനും
വിശ്വാമിത്രൻ. പരശുരാമൻ ഭയങ്കര ധീരനാണ്. കാരണം ഇത് രണ്ട് കൂടിച്ചേർന്ന രണ്ട് ടൈപ്പാണ്. വിശ്വാമിത്രൻ അതിൻ്റെ ഏട്ടാൻ പരിപാടിയാണ്. പുരോഗമനവാദിൻ്റെ അപ്പുറത്തെ അറ്റത്താണ്. ഇന്ദ്രനെ പോലും വെല്ലുവിളിക്കുന്ന പാർട്ടിയാണ് വിശ്വാമിത്രൻ. എന്തുകൊണ്ടാണ്? ഈ രണ്ട് കൂടിച്ചേർന്നുണ്ട്. അതുകൊണ്ട് ബുദ്ധിയുണ്ട്, ആ ശരീര തടിമുടുക്കുണ്ട്. അപ്പം രണ്ടും കൂടി ആകുമ്പോൾ അവരെന്തായിരിക്കും? ഉഗ്രന്മാരായിരിക്കും. അല്ല വെറും ബ്രാഹ്മണരായാൽ മറ്റവരെ അടിമകൾ പോലെ അങ്ങനെ ജീവിച്ചു പോകും. അതുകൊണ്ടാണ് പണ്ട് രാജഭരണത്തിൽ മുകളിൽ രാജാവിരിക്കും, ബ്രാഹ്മണർ പീരിലിരുന്നിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം എല്ലാ ലീഡർഷിപ്പ് ക്വാളിറ്റി എടുക്കാൻ അവർക്ക് കഴിയില്ല. പക്ഷെ ഇത് രണ്ടും കയറുന്ന ശങ്കര ഇനയമാവുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? എല്ലാത്തിനും പറ്റിയ കക്ഷികൾ ആയിരിക്കും. ഇതാണ് ഈ ആശയം നൽകുന്ന. അങ്ങനെയുള്ള വ്യക്തികൾ ചില കാലങ്ങളിൽ കയറി വരും. അവൻ ബ്രാഹ്മണനും ആയിരിക്കും, പക്ഷേ ക്ഷത്രിയ സ്വഭാവം അവൻ പ്രകടിപ്പിക്കും. ബ്രാഹ്മണനുമായിരിക്കും, ക്ഷത്രിയ സ്വഭാവം കാണിക്കും. അല്ലെങ്കിൽ ക്ഷത്രിയനായിരിക്കും, പക്ഷെ ബ്രാഹ്മണൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് ബ്രാഹ്മണൻ്റെ സ്വഭാവം കാണിക്കും. ക്ഷത്രിയനായിരിക്കും, പക്ഷേ നീതിക്ക് വേണ്ടിയിട്ട് ധർമ്മത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരും കാണും. അങ്ങനെയുള്ള വ്യക്തികളും ഉണ്ട്. നമ്മളെ സമൂഹത്തൊന്ന് ചുറ്റും അന്വേഷിച്ച് നോക്കുക. അപ്പം പരശുരാമന് ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയ സ്വഭാവമുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ക്ഷത്രിയരായ ഭരണാധികാരികൾ തലപ്പത്ത് വന്നിട്ട് ലോകത്ത് പലയിടത്തും അങ്ങനെ ക്ഷത്രിയരായ ഭരണാധികാരികൾ വന്നിട്ട് ഞാനാണ് ദൈവം, ഇനി ഞാൻ പറയുന്ന മാതിരി കേട്ടോളണം, എന്നിട്ട് കുറേ തത്വങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ലോകത്തെ കീഴടക്കി പോകുന്നവർ മറ്റുള്ളവരെ കൊള്ളയടിക്കുക, ഇതെല്ലാം ചെയ്യുന്ന കാലഘട്ടത്തിൽ ബുദ്ധിമാന്മാരെ അവർ എതിർക്കും. ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെല്ലാം ഇവൻ ചെയ്യുന്ന പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിന്നെ ശരിയാക്കും. പക്ഷേ ആരെയും ബുദ്ധിപ്രകാരം ഉയരാൻ സമ്മതിക്കില്ല. ആ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇനി 12:13 പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ല അപ്പോൾ അവള് പറഞ്ഞു, അങ്ങനെ സംഭവിക്കരുതേ എന്ന് കേണപേക്ഷിച്ചപ്പോൾ ഋചിക മുനി പറഞ്ഞു, ശരി, എന്നാൽ നിന്റെ പുത്രൻ്റെ പുത്രൻ എങ്ങനെയാകും? പുത്രൻ്റെ പുത്രൻ. അപ്പോൾ ആദ്യം ഉണ്ടായത് ജമദഗ്നി. ജമദഗ്നിയിൽ നിന്നാണ് ഈ പരശുരാമൻ ഉണ്ടായത്. 12:13. അപ്പോൾ അതിലുണ്ടായില്ല, അതിൻ്റെ തലമുറേൻ്റെ അടുത്ത തലമുറയിലാണ് അത് സംഭവിക്കുന്നത്. കഥയിൽ അങ്ങനെ പോകേണ്ടതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം കഥയാണ്, ആശയം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അക്കാരണത്താൽ സത്യവതിയുടെ പുത്രനായിട്ട് ജമദഗ്നി മഹർഷി പിറന്നു. ആ സത്യവതിയാകട്ടെ പരമപുണ്യ ലോകമായ പരമപുണ്യ ലോകമാത്തിനെ പരിശുദ്ധമാക്കുന്ന കൗശികി എന്ന നദിയായി ഭവിച്ചു. സത്യവതി ഒരു നദിയായിട്ട് ഭവിച്ചു എന്ന് പറയുകയാണ്. ഇതെല്ലാം കാലഘട്ടത്തിൻ്റെ പ്രത്യേക പറയുന്നതായിട്ട് കണ്ടാൽ മതി. രേണുവിൻ്റെ പുത്രിയായ രേണുകയെ ജമദഗ്നി വിവാഹം കഴിച്ചു. രേണുവിൻ്റെ പുത്രിയായ രേണുകയെ ജമദഗ്നി വിവാഹം കഴിച്ചിട്ട് അവളിൽ നിന്നും വസുമതൻ മുതലായ കുറേ പുത്രന്മാരായുണ്ടായി. അതിൽ ഏറ്റവും അവസാനമായി പിറന്നവനാണ് രാമൻ എന്ന എല്ലാവർക്കും പ്രസിദ്ധനായി തീർന്ന പുത്രൻ. ഏറ്റവും താഴെയായിട്ടാണ് അവൻ ജനിച്ചത്. രാമൻ എന്ന പേരിലാണ് പറയുന്നത്. പരശുരാമൻ, രാമൻ എന്ന പേരിൽ. ഇനി 14. ഹേഹയ വംശ രാജാക്കന്മാരുടെ വംശവിച്ഛേദകനായി യാതൊരുവന്റെ ഹേഹയ വംശ രാജാക്കന്മാരുടെ ആ കാലത്തുള്ള
ദുർനടപ്പുകാരായ ലോകം മുഴുവൻ ഭരിച്ചിരുന്ന രാജാക്കന്മാരെയാണ് ഏഹയ വംശ രാജാക്കന്മാർ എന്ന് പറയുന്നത്. അവരുടെ വംശം നശിപ്പിച്ച വിഷ്ണുവിൻ്റെ അംശാവതാരമായ ഇവൻ 3x7 അതായത് 21 പ്രാവശ്യം ഭൂതലത്തെ ക്ഷത്രിയ ശൂന്യമാക്കി. അതായത് ഈ ദുർനടപ്പ് അന്നത്തെ രാജാക്കന്മാരെല്ലാം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന കാലഘട്ടമാണ് ഗോത്ര കാലഘട്ടം. അപ്പോൾ അവരവരുടെ ഗോത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ തലപ്പത്തെത്തുമ്പോൾ അവൻ കയ്യൂക്കുള്ളവനായി തീരുമ്പോൾ അവൻ പിന്നെ അഹങ്കാരിയായി മാറും. വള്ളവൻ്റെയും ആകെ അവർക്ക് ചെയ്യാനുള്ളത് എന്താണ്? അവൻ അടുത്തുള്ളവൻ്റെ പോയിട്ട് കൊള്ളയടിക്കുക, അവൻ്റെ സാധനങ്ങളെല്ലാം കട്ടുകൊണ്ടുവരിക, സ്ത്രീകളെ സ്വന്തമാക്കുക, ഇതെല്ലാം അവൻ്റെ ജോലി. ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ മനസ്സെന്തായി തന്നെയായിരിക്കും ഉണ്ടാവുക? അധർമ്മി എന്ന നിലയിൽ തന്നെയാണ് അവൻ്റെ മനസ്സായി തീരുക. ക്രൂരന്മാരായിട്ട് തന്നെയാണ് ഗോത്ര തലവന്മാരുണ്ടാവുക. അപ്പോൾ നാട്ടിൽ മുഴുവൻ, ലോകം മുഴുവൻ ഇങ്ങനെയായി മാറുന്നത് കൊണ്ട് 7x3 അതായത് 21 പ്രാവശ്യം ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് പരശുരാമൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരെയെല്ലാം കൊന്നിട്ടുണ്ട് എന്ന് പറയാണ്, ഇങ്ങനെ ഭരണാധികാരികളെ. ആ പറഞ്ഞതിനർത്ഥം അന്നത്തെ കാലത്തെ രാജാക്കന്മാരെല്ലാം ഗോത്രത്തലവന്മാരെല്ലാം ഇത്തരം അധർമ്മികളായിരുന്നു. അവർ അധർമ്മമായിട്ട് പെരുമാറിയിട്ട് സഹിക്കാൻ പറ്റാത്തപ്പോൾ വേറെ വല്ലവനും കയറിയിട്ട് തല്ലിക്കൊല്ലും. അത്രയാണ്. 15 പറയുകയാണ് രജോ തമോ ഗുണത്താലും. രജോ ഗുണം എന്ന് പറഞ്ഞാൽ ധീരരാണ്. അപ്പം ധീരരായവർക്ക് കയ്യൊക്കുള്ളവന് മാത്രമേ ഗോത്രത്തലവനാകാൻ പറ്റൂ. തമോ ഗുണവും, തമോ ഗുണം എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പൻ സ്വഭാവങ്ങൾ, ദുഷിച്ച സ്വഭാവങ്ങൾ, ഇത് രണ്ടും ഒത്തുചേർന്ന് ബ്രാഹ്മണ വിദ്വേഷകളായ, ബ്രാഹ്മണ വിദ്വേഷകൾ എന്ന് പറയുമ്പോൾ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നത്, ബുദ്ധിയുള്ളവരാണ് ചോദ്യം ചെയ്യുക. ആ ബ്രാഹ്മണരെ ചോദ്യം ചെയ്യുന്നവരെ കണ്ടെടുത്തത് തട്ടും. അതാണ് ബ്രാഹ്മണ വിദ്വേഷികൾ എന്ന് പറയുന്നത്. ബ്രാഹ്മണരെ കണ്ടെടുത്ത് കണ്ടുകൂടാ. ചിന്തിക്കാൻ കഴിവുള്ളവരെ അവർക്ക് അംഗീകരിക്കില്ല. അങ്ങനെ പുലർത്തുന്നവരെ വരും. ഭൂമിക്ക് നാശം ചെയ്യുന്ന അവരെ ഭൂമിക്ക് നാശം ചെയ്യുക. അവർക്ക് വേറെ നല്ല ചിന്തയൊന്നുമില്ല. ദുഷിച്ച ക്ഷത്രിയ വംശജരെ, അങ്ങനെയുള്ള ദുഷിച്ച ക്ഷത്രിയരെ തുടർച്ചയായി നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. നിസ്സാര അപരാധം ചെയ്താൽ പോലും അവരെ കൊന്നുകളയും. അപ്പം ആ കാലഘട്ടത്തിൽ അങ്ങനെ ദുഷിക്കുന്നവരെ എന്ത് ചെയ്യും? അവിടെയുള്ള ആൾക്കാരെന്ന് നല്ല ആൾക്കാരെന്ത് ചെയ്യും? ക്ഷത്രിയ സ്വഭാവമുള്ള കുറച്ച് തൻ്റെ ഇടം ഉണ്ടെങ്കിലല്ലേ കൊല്ലാൻ പറ്റും. അവൻ കൊല്ലുന്നവനെന്തും വേണം? ക്ഷത്രിയ സ്വഭാവവും വേണം, നല്ല മനസ്സും വേണം, ബ്രാഹ്മണരുടെ സ്വഭാവമുണ്ട്. അപ്പം ബ്രാഹ്മണരും ക്ഷത്രിയരും കൂടിയ ആൾക്കാർക്ക് മാത്രമേ അത്തരം ക്ഷത്രിയരെ കൊല്ലാൻ പറ്റൂ. അതുകൊണ്ടാണ് പരശുരാമനെ അങ്ങനെ ചിത്രീകരിച്ചത്. ബ്രാഹ്മണനും ക്ഷത്രിയനും കൂടിയതാണ്. അപ്പം ക്ഷത്രിയനെ കൊല്ലാനുള്ള ശക്തിയും ഉണ്ട്, നല്ല സ്വഭാവമുണ്ട്, ബ്രാഹ്മണൻ്റെ സ്വഭാവമുണ്ട്. രണ്ടും കൂടിയുള്ള ഒരാൾക്കല്ലേ ഇവനെ കൊല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കഥയിലിക്കര കൂട്ടിച്ചേർത്ത് കഴിച്ച് എന്നെല്ലാം പറയാം. അപ്പോൾ അതിലൂടെ നമ്മൾ ആശയങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരം അധർമ്മികളായ ക്ഷത്രിയരെ കൊല്ലാൻ വേണ്ടിക്കൽ, അല്ലെങ്കിൽ രാജാക്കന്മാരെ കൊല്ലാൻ വേണ്ടിക്കൽ, കൊല്ലണ്ടിക്കൽ അത്രയും ധീരതയുള്ള ക്ഷത്രിയരായ സ്വഭാവവും വേണം, ബ്രാഹ്മണൻ്റെ ബുദ്ധിയും ഉണ്ടാകണം, നീതിക്ക് വേണ്ടി നിലനിർത്താനുള്ള മാനസികാവസ്ഥയുള്ളവരാകണം. അതാണ് പരശുരാമനായിട്ട് ചിത്രീകരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരും കാലം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അധർമ്മികൾ പെരുകുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വരും, ഇമ്മാർ തല്ലിക്കൊല്ലും, പറ്റിയിട്ടില്ലെങ്കിൽ വിഷം കൊടുത്തെങ്കിലും കൊല്ലും. ചരിത്രം നോക്കിയാൽ മതി. അപ്പം നിസാര അപരാധം ചെയ്താൽ പോലെ അവന്മാർ വെച്ചിരിക്കില്ല. അങ്ങനെ ആദ്യത്തെ ഗോത്ര കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അങ്ങനെ തന്നെയാണ്. ചരിത്രം നോക്കിയാൽ കാണാം. പിന്നെ 16 പരീക്ഷിത്തപ്പം ചോദിക്കുകയാണ്, ആത്മനിയന്ത്രണമില്ലാത്ത ആ ക്ഷത്രിയ ഭഗവാന്റെ നേർക്ക് എന്ത് കുറ്റമാണ് ചെയ്തത്? എന്തായിരുന്നു? എന്ത് കാരണത്താലാണ് ക്ഷത്രിയരെ തുടരെ കൊന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം 17 പാട്ട് 19 ശുഗൻ പറയുകയാണ്. അപ്പം ആ ക്ഷത്രിയ രാജാവിനെ ഒരു കഥാപാത്രമായി ചിത്രീകരിച്ചിട്ടുള്ള മറുപടിയാണ് പറയുന്നത്. അപ്പം ലോകം മുഴുവനുള്ള ക്ഷത്രിയരെ കൊന്നൊടുക്കി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ പേരൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിന് പകരം ഒരൊറ്റ കഥാപാത്രമാക്കിയിട്ട് പറയാൻ പോവുകയാണ്.
ഹേഹയ വംശക്കാരനും, ആ വംശത്തെയാണ് ഹേഹയ വംശം എന്ന് പറയുന്നത്, വംശക്കാരനും അതിൻ്റെ അധിപതിയും ക്ഷത്രിയരിൽ ശ്രേഷ്ഠനുമായിരുന്ന കാർത്തവീര്യാർജുനൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഒരംശാവതാരമായ ദത്താത്രേയ മുനിയെ സേവിച്ചിട്ട് ശുശ്രൂഷിക്കെല്ലാം ചെയ്തിട്ട് ആരാധിച്ചിട്ട് പ്രസാദിപ്പിച്ചിട്ട് 1000 കരങ്ങളുണ്ടാകും. ആഗ്രഹം എന്താണ്? അദ്ദേഹത്തിന് 1000 കരങ്ങളുണ്ടാകും. അപ്പം പിന്നെ 1000 കരങ്ങളുണ്ടാകുക എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ക്ഷത്രിയരുടെയും കരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങൾ എന്ന നിലയിൽ അങ്ങ് പറഞ്ഞു വെച്ചു. അപ്പോൾ ഒരു വ്യക്തി കഥാപാത്രം ഒന്ന്, കൈയല്ല എവിടെയുണ്ട്? ലോകം മുഴുവനും ഉണ്ട്. ആ കാലഘട്ടത്തിൽ ഭൂമിയിലെല്ലായിടത്തും ഉണ്ട് അവരുടെ കൈകൾ. ശത്രുക്കളുടെ ഇടയിൽ തോൽവി പറ്റാതെ അവന് തോൽവി പറ്റാൻ വേണ്ടിയിട്ടില്ല എന്നുള്ള ഒരു അനുഗ്രഹമാണ് അവരിൽ നിന്നും, ആ ദത്താത്രേയനിൽ നിന്നും വാങ്ങിയത്. തടവറ്റ ഇന്ദ്രിയ ശക്തി, ഇന്ദ്രിയങ്ങൾക്കെല്ലാം നല്ല ശക്തി വേണം, സമ്പത്ത് വേണം, തേജസ് വേണം, വീരത വേണം, പ്രസിദ്ധി വേണം, ദേഹബലം വേണം. ഇന്നേവയെല്ലാം യോഗേശ്വരൻ എന്ന സ്ഥാനത്തെയും ആ ഒരു സ്ഥാനത്തെയും എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി അദ്ദേഹം കൈക്കലാക്കി. യോഗേശ്വരൻ എന്ന നിലയിലുള്ള ഐശ്വര്യങ്ങളെല്ലാം അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയിട്ട് ഇദ്ദേഹം കൈക്കലാക്കി. ഒരു വരം കിട്ടുന്ന മാതിരി പറയുകയാണ്, അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിക്കുകയാണ്. ലോകത്തിലുള്ള എല്ലാ ധർമ്മികളായ ക്ഷത്രിയരെയും പ്രതിനിധിയായിട്ട് കാർത്തിക വീരാർജുനനെ ചിത്രീകരിക്കുകയാണ്. എന്നിട്ട് അവൻ എല്ലാ ലോകങ്ങളിലും വായു കണക്കെ സഞ്ചരിച്ചു. ലോകം മുഴുവൻ വായു കണക്ക്, അവനെത്താത്ത സ്ഥലമൊന്നുമില്ല. ഇനി 20 കുരുക്ഷേത്രത്തിനടുത്ത് അവൻ വൈജന്തിയും മാലയും അണിഞ്ഞ് പെൺമണികളോടൊത്ത്, സ്ത്രീകളോടൊത്ത്, അവൻ്റെ കൂട്ട് മുഴുവൻ സ്ത്രീകളാണ്, പരിവൃതനായി നർമ്മദാ നദീജലത്തിൽ ക്രീഡിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ഭുജത്താൽ നദിയെ തടഞ്ഞു നിർത്തി. ആ പോകുന്ന നദിയെയും അദ്ദേഹം തടഞ്ഞു നിർത്തി. 21 വീരനെന്ന് സ്വയം അഭിമാനിച്ച രാവണൻ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ നദി ഇങ്ങനെ ഒഴുകുന്ന സ്ഥലത്ത്, ആ തീരത്തിൽ നദി ഒഴുകിയല്ലേ, ആ നദീനെല്ലാം തടുത്ത് നിർത്തിയ അപ്പം നദീൻ്റെ അപ്പുറത്തെ തീരത്ത് ഞാനാണ് വീരനെന്ന് ചിന്തിച്ചിരുന്ന രാവണൻ അവിടെ സൈനിക താവളമെല്ലാമായിട്ട് ഇരുന്നിരുന്നു. ഈ വെള്ളം ഇങ്ങനെ തടുത്ത് നിർത്തിയപ്പോൾ ആ ദേശം മുഴുവൻ വെള്ളം നിറയുമ്പോൾ ഉയരുമല്ലോ. അപ്പോൾ ആ ദേശം മുഴുവൻ വെള്ളം കയറി ഇദ്ദേഹത്തിൻ്റെ താവളമെല്ലാം അങ്ങ് ഒഴിച്ചുപോയി. ഈ രാവണൻ്റെ, വീരനെന്ന് നിർദ്ദിച്ചിരുന്ന രാവണൻ്റെ താവളെല്ലാം ഒഴിച്ചു പോയപ്പോൾ രാവണൻ എന്ത് ചിന്തിച്ചു? കാർത്തവീര്യൻ്റെ നേരെ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമുണ്ടായി. അദ്ദേഹം എന്ത് ചെയ്തു? രാവണൻ യാതൊരു കാർത്തവീര്യൻ്റെ അപ്പോൾ ഇയാളെന്ത് ചെയ്തു? അദ്ദേഹത്തുമായിട്ട് ഏറ്റുമുട്ടാൻ ചെന്നു, ചോദിക്കാൻ ചെല്ലുമല്ലോ. ഇവൻ വലിയ അഹങ്കാരിയാണ്, ഞാനെന്ന ഭാവമുള്ളവനാണ് ഈ രാവണൻ. അപ്പോൾ രാവണൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ 22 പറയുകയാണ്, രാവണൻ യാതൊരു കാർത്തവീര്യനായ സ്ത്രീകളുടെ മുൻപിൽ വെച്ച് കളിയായിട്ട് പിടിക്കുകയും രാവണനെ എന്ത് ചെയ്തിട്ട് ആ കാർത്തവീര്യൻ സ്ത്രീകളുടെ അവൻ സ്ത്രീകളടക്കം വെച്ചിട്ടല്ലേ ഈ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാവണനെ അങ്ങ് പിടിച്ചിട്ട് തടവിലാക്കുകയും പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവനെ അങ്ങ് വിട്ടയക്കുകയും ചെയ്തു. പിന്നെ വെറും കുരങ്ങനെ കണക്കണ്ടൊക്കെ വിട്ടയച്ചു, ഒരു കുരങ്ങനെ വിട്ടയക്കുന്നത് പോലെ വിട്ടയച്ചു. അങ്ങനെ അവൻ്റെ വീരത പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അവൻ എല്ലാം
ഞാൻ തന്നെയാണ് ഈ നാട്ടിലെ എല്ലാം എന്ന് ധരിച്ചുകൊണ്ട് അങ്ങനെ കാട്ടിലൂട്ടി അങ്ങനെ നടക്കുമ്പോൾ 23 പറയുകയാണ്, ഒരിക്കൽ ഈ കാർത്തികവീര്യൻ എന്ത് ചെയ്തു? വിജനമായ വനത്തിൽ വേട്ടയാടിക്കൊണ്ട് നടക്കുമ്പോൾ അവിടെ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. നേരത്തെ പറഞ്ഞ ജമദഗ്നി മഹർഷി. അപ്പൊ അയാള് തപസ് മാത്രം യജ്ഞമായി കരുതിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് തപസ്സിലേ താല്പര്യമുള്ളൂ. ശുദ്ധമായ ബ്രാഹ്മണന്റെ സ്വഭാവം. നല്ല മനനശീലനാണ്, മനസ്സിന് നല്ല നിയന്ത്രണമുള്ള വ്യക്തിയാണ്. ആ ജമദഗ്നി സൈന്യത്തോടു കൂടി വന്ന മഹാരാജാവ് ഈ കാർത്തികവീര്യൻ സൈന്യത്തോടു കൂടിയാണല്ലോ വന്നത്. എല്ലാ ആഭരണങ്ങളിലും അണിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ രാജാവല്ലേ, അദ്ദേഹത്തിന് എന്ത് ചെയ്തു? കാമധേനു എന്ന പശുവുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. കാമധേനു എന്ന പശുവിനെ കൊണ്ട് സൽക്കാരം നൽകി. ഇവിടെ കാമധേനു എല്ലാം നൽകുന്ന ഒരു പശുവാണ് എന്ന് പറഞ്ഞതിനെ ഈ വേദങ്ങൾ എഴുതിയവരെ അല്ലെ ഈ പുരാണ കഥകൾ എഴുതിയവരെടുത്ത അർത്ഥം എന്താണെന്ന് ശാസ്ത്രീയമായി ചിന്തിക്കണം. പശുവിൻ്റെ പാല് കൊടുത്താൽ എല്ലാം കൊടുത്തതിന് സമാനമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. കാമധേനു എന്ന് പറഞ്ഞാൽ നമുക്കെന്തെല്ലാം വേണോ അതെല്ലാം തരും. നമുക്കെന്തെല്ലാം വേണോ തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം വേണോ അത് വേണ്ടതെല്ലാം അതിൻ്റെ പാലിലുണ്ട്, കഴിച്ചാൽ മതി. ആ അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പശുവോട് ചോദിച്ചാൽ ലഡ്ഡു വരണം എന്ന് പറഞ്ഞാൽ ലഡ്ഡു വരും, ജിലേബി വരണം എന്ന് പറഞ്ഞാൽ ജിലേബി വരും. അത് നമ്മൾ സാധാരണ അങ്ങനെ ധരിക്കേണ്ടവർക്ക് അങ്ങനെ ധരിക്കാം. മദ്യം വരണം എന്ന് പറഞ്ഞാൽ അത് മദ്യം കൊടുക്കുന്നതെല്ലാം വേണമെങ്കിൽ ധരിച്ചോളൂ. പക്ഷേ ഇതിൻ്റെ അർത്ഥം എത്രയാണ്? പശുവിനെ കൊണ്ട് സൽക്കാരം നടത്തി. അപ്പോൾ ഇയാൾ എന്ത് കണ്ടു? അവിടെ നല്ലൊരു പശു കിടക്കുന്നു. യഥാർത്ഥത്തിൽ ഗോത്ര കാലഘട്ടത്തിൽ ചെയ്തിരുന്നത് പ്രവൃത്തി തന്നെയാണ്. ഏത് നാട്ടിലും പോയിട്ട് പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുവരലാണ് അവരുടെ ജോലി. കാരണം പശുക്കളെ കൊണ്ട് എന്തുണ്ട്? നമ്മളെ കുടുംബത്തിന് വേണ്ട എല്ലാ ഭക്ഷണവും പശുവിൻ്റെ പാലിൽ കിട്ടും. അതുകൊണ്ട് എവിടെ നല്ല പശുവെല്ലാം ഉണ്ടെങ്കിൽ അതിനെ അടിച്ചു വരുത്ത് കൊണ്ടുവരും. ഇതാണ് ഗോത്ര കാലഘട്ടത്തിൽ നടന്നിരുന്നത്. പശുവിൻ്റെ പ്രത്യേകത എന്താണ്? ആ കുടുംബത്തിന് വേണ്ട എല്ലാം ആ പശു നൽകും. അതാണ് കാമധേനു. ആ ശക്തി വിശേഷം നൽകുക. നമ്മളാകെ എന്ത് ആവശ്യം നമ്മുടെ ശരീരത്തിന് വേണ്ടതുണ്ടോ അതെല്ലാം തരുന്ന ഒരു വസ്തുവാണ് കാമധേനു. അത് ഇനി അങ്ങനെ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് പശുവിൻ്റെ പാലിലോട്ടുള്ള പലഹാരങ്ങൾ മുഴുവനാണ് ഇന്ന് ബേക്കറിയിലുള്ളത്. അധിക പലഹാരങ്ങളിലും അധിക പായസങ്ങൾ ഉണ്ടാക്കണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് എന്ത് വിഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പാലൊരു മുഖ്യ ഘടകമാണ്. പാല് വിറ്റിട്ട് തന്നെയാണ് ധനമുണ്ടാക്കുന്നത്. കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുന്നതെല്ലാം പാല് വിറ്റിട്ട് തന്നെയാണ്. അപ്പം പാല് എന്നത് വലിയൊരു കാമധേനു തന്നെയാണ് ആ ശക്തി തന്നത്. ആ അർത്ഥത്തിൽ മാത്രം അതിനെ എടുത്താൽ മതി. അല്ലാതെ പശുവോട് ചോദിച്ചു കഴിഞ്ഞാൽ പശു ലഡു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ലഡു കൊണ്ടുവരും. ഇതെല്ലാം ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ധരിക്കാം. കാരണം അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് ചിന്തിച്ചു കൊടുക്കുക. അപ്പം ആ കാർത്തികവീര്യൻ ജമദഗ്നിയുടെ ആശ്രമത്തിൽ തൻ്റെ ഐശ്വര്യത്തെക്കാളും കൂടുതൽ മികച്ചതായിട്ട് ആ പശുവിനെ കണ്ടു. അതുകൊണ്ട് അദ്ദേഹത്തെ ആതിഥ്യ മര്യാദയിലൊന്നും അദ്ദേഹത്തിന് തൃപ്തി ഉണ്ടായില്ല. അദ്ദേഹത്തെ നല്ലവണ്ണം സൽക്കരിച്ചു ഈ പശുവിൻ്റെ പാല് കൊണ്ട്. അതിനൊന്നും അദ്ദേഹത്തിന് തൃപ്തി തോന്നില്ല. കാരണം അധർണിയാണ്. അവൻ്റെ നോട്ടം ഇതിലാണ് അവിടെ കിടക്കുന്നത് നല്ല പശു. അപ്പൊ രാജാവല്ലേ. ജമദഗ്നിയുടെ കാമധേനുവിനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് 26 പറയുകയാണ്. അഹങ്കാരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആൾക്കാരോട് പറഞ്ഞു പോയി അതിനെ പിടിച്ചുകൊണ്ട് വരുവാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തിൻ്റെ കാര്യം തന്നെയാണ് ഇവിടെ ഒരൊറ്റ കഥയിലൂടെ ഭംഗ്യന്തരേണ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ ആ പശുവിനെ പിടിച്ചുകൊണ്ട് വരിക. ഏത് മര്യാദയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായി പോവും? ചരിത്രമായി പോവും. നമ്മൾ ഒന്നും കൂടി ചിന്തിക്കണം. വേദവ്യാസനെല്ലാം അന്നത്തെ അടിമ കാലഘട്ടമാണ്.
അവർ മനുഷ്യർ പോയി അപ്പുറത്തെ ദേശത്ത് പോയി പിടിച്ചുകൊണ്ട് വരും എന്നെല്ലാം പറഞ്ഞിരുന്നുവെങ്കിൽ അന്നത്തെ രാജാക്കന്മാർ തന്നെ എന്തു ചെയ്യും? ഈ ഗ്രന്ഥങ്ങളെല്ലാം ആദ്യം തന്നെ ചുട്ടുകരിക്കും. ഇത് കാമധേനുവിനാണ് പിടിച്ചു വന്നതെന്ന് ചോദിച്ചാൽ എന്തും തരും എന്നെല്ലാം പറയുമ്പോൾ ലഡ്ഡു തരും, മറ്റേ മദ്യം തരുന്നെല്ലാം നിലയിലാവുമ്പോൾ അവർക്ക് ഈ ചിന്തയൊന്നും പോവില്ല. അതെന്തോ പൊട്ടൻ കഥ, അവിടെ കിടക്കട്ടെ, അതിനൊന്നും ഗ്രന്ഥമൊന്നും ചെയ്യണ്ട. അതുകൊണ്ട് ആ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഗോത്രകാലഘട്ടത്തിൽ ഒരു ദുർത്ത നടപ്പുകാരായ ക്ഷത്രിയർ അടുത്ത നാട്ടിലെല്ലാം പോയിട്ട് പശുവിനെയെല്ലാം പിടിച്ചുകൊണ്ട് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രന്ഥം പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം അന്നൊരു കാമധേനു ഉണ്ടായിരുന്നു, അതെല്ലാം എന്തോ ഒരു കഥ അങ്ങനെ വെച്ചാൽ അതുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങൾ ഇന്നും നിലനിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ പലവർക്കും ഉള്ളിൽ എന്തുണ്ടാവുന്നുണ്ട്? ഇതൊരു വല്ലാതെ സംഗതിയായിപ്പോയി എന്ന് തോന്നുന്നുണ്ടാവും ഇതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ട് ആ കാർത്തവീര്യൻ തൻ്റെ ആൾക്കാരോട് പറഞ്ഞു, പോയിട്ട് ആ പശുവിനെയും എടുത്തുകൊണ്ട് പോവാം. അവർ കിടാവിനോട് കൂടി തന്നെ പശുവിനെ അടിച്ചുകൊണ്ടുപോയി ബലാത്കാരേണ തൻ്റെ ദേശത്തേക്ക് കൊണ്ടുവന്നു. പശുവിനെയും പശുവിൻ്റെ കുട്ടി അടക്കം അടിച്ചെടുത്ത് കൊണ്ടുവന്നു. 27 അവർ പോയ ശേഷം എത്തിയ പരശുരാമൻ അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ദുഷ്പ്രവൃത്തികൾ കേട്ട് ചവിട്ടേട്ട പാമ്പ് പോലെ ക്രോധിച്ചു. അപ്പോൾ അക്കാലത്ത് ഇങ്ങനെ അധർമ്മികളായ രാജാക്കന്മാരുണ്ടാകുമ്പോൾ ചിലവരുടെ ഹൃദയങ്ങളെങ്കിലും ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കും. അങ്ങനെയുള്ളവർ തൻ്റേടിയായവർ എന്തു ചെയ്യും? പോയിട്ട് രാജാവിന് ചെയ്തവനെ തല്ലിക്കൊല്ലും. അത് ഇന്നും അങ്ങനത്തെ ആൾക്കാരുണ്ട്, അക്കാലം അങ്ങനെയുണ്ട്. അക്കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ കഴിവുള്ളവർ, പരശുരാമന് സമാനമായിരിക്കുന്നവർ ഇതേമാതിരി ചവിട്ടേറ്റ പാമ്പിനെ പോലെ ക്രോധിച്ചുകൊണ്ട് എന്ത് ചെയ്യും? 28 ഭീകരമായ വെൺമഴുവും പടവില്ലും പരിചയും എടുത്ത് എന്നിട്ടോ ആർക്കും നേർക്കടുക്കുവാൻ പറ്റാത്ത തരത്തിൽ ഉഗ്രമൂർത്തിയായിട്ട്, ഏതുപോലെ സിംഹം കൊമ്പനാനയുടെ പിന്നാലെ പായുന്നത് പോലെ അവൻ ആരെയൊക്കെ തടുത്തു നിർത്താൻ പറ്റാത്ത ആ ദേഷ്യത്തോടുകൂടി അവനെന്ത് ചെയ്ത് തൻ്റെ മഴു. എന്തുകൊണ്ടാണ് ഈ കാലത്ത് മഴു എന്ന് പറഞ്ഞത്? ആ കാലഘട്ടത്തിൽ മഴു എല്ലാം ഉള്ളത്. അമ്പുമ്പില്ലെന്നെല്ലാം പറഞ്ഞിട്ട് പരിചയമല്ലേ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ മഴുവാണ്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. കഴിഞ്ഞതിൽ കൊളോണിയലിസത്തിൻ്റെ കാലഘട്ടത്തിൽ രാവണൻ വന്നിരുന്ന ഏതിലാണ്? വിമാനത്തിലാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള കാലത്തിൻ്റെ പ്രത്യേകതയും കൂടി അവിടെ പറഞ്ഞു വെക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് വിമാനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം അറിയുന്ന ആൾക്കാരാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ടോ ഉഗ്രമൂർത്തി ആർക്കും തടുക്കാൻ പറ്റാത്ത മാതിരി സിംഹം കൊമ്പനാനയുടെ പിന്നാലെ ഓടുന്നത് പോലെ പാഞ്ഞു. സ്വനഗരമായ 29 മാഹിഷ്മതിയിലേക്ക് പ്രവേശിച്ച കാർത്തവീര്യൻ, അദ്ദേഹത്തിൻ്റെ ദേശത്തിൻ്റെ പേരാണ് സ്വനഗരമായ. കാരണം ഇവർക്കെല്ലാം അന്ന് ചെറിയ ചെറിയ നഗരങ്ങളുടെ അധിപത്യമാരായിട്ടാണ് മാറുക. അല്ലാതെ വലിയ രാജാവല്ലാകുന്നത് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്കാണ്. അപ്പം സ്വനഗരമായ മാഹിഷ്മതിയിലേക്ക് പ്രവേശിച്ച കാർത്തവീര്യനെ ഊക്കോടെ പാഞ്ഞു വന്ന ഊക്കോടെ പാഞ്ഞു വരുന്നതും സൂര്യനെ പോലെ തിളക്കുന്നതുമായ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതുമായ ജടയോടുകൂടിയ ഭാർഗവരാമനെയാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ കാർത്തവീര്യൻ കണ്ടത് ജട പിടിച്ച് ഉദിച്ച സൂര്യനെ പോലെ ജ്വലിച്ചുകൊണ്ട് ഊക്കോടെ പാഞ്ഞടുക്കുന്ന ഭാർഗവരാമനെയാണ് ഇദ്ദേഹം കണ്ടത്. 30 ആന, തേർ, കാലാൾപ്പട, കുതിര ഇങ്ങനെ ചതുരംഗ സേനയോടുകൂടിയാണ് ഗദ, വാള്, ശരം, ഈട്ടി
മുള്ളുള്ള തടി, വേല് എന്നീ ആയുധങ്ങളോടുകൂടി 17 അക്ഷണി പടിയോടുകൂടിയാണ് കാർത്തവീര്യൻ എന്ത് ചെയ്തത്? അദ്ദേഹത്തെ നേരിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടത്. അദ്ദേഹം നേരിട്ടല്ല പോയത്. ആദ്യം ഈ 17 അക്ഷണി പടയെ ഇതോടുകൂടി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നേരെ പറഞ്ഞു വിട്ടു ആദ്യം കാർത്തവീര്യൻ. പക്ഷെ അവയെല്ലാം ഒരൊറ്റ അമ്പിനാൽ ഭാർഗവൻ എന്ത് ചെയ്തു? തകർത്ത് തരിപ്പണമാക്കി. ഇനി 31 വെൺമണുവിനാൽ പ്രഹരിച്ചുകൊണ്ട് വായുവേഗത്തിൽ ശത്രു സൈന്യത്തെ കൊന്നൊടുക്കിയോ. അപ്പം അദ്ദേഹം പോകുന്നിടത്ത്, പരശുരാമൻ പോകുന്ന വഴിക്കെല്ലാം അവിടെയെല്ലാം അറ്റുപോയ കൈകൾ, തുടകൾ, കഴുത്തുകൾ, കൊല്ലപ്പെട്ട സാരഥികളുടെയും അവരുടെ രഥങ്ങളുടെയും എല്ലാം കൂടിയ എതിരാളികളെ ഭൂമിയിൽ വീണ് കിടന്നു. അയാൾ പോകുന്നിടക്കെല്ലാം കയ്യും കാലും എല്ലാം വീണ് കിടക്കുകയാണ്. യുദ്ധത്തിൽ മരിച്ചവരുടെ അല്ലെങ്കിൽ കൈ അറ്റുപോയി, കാലറ്റുപോയി, ഇതെല്ലാം ഭൂമിയിൽ അങ്ങനെ ചെതറി കിടക്കുകയാണ്. അദ്ദേഹം പോകുന്ന ദേശത്തെല്ലാം എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കണം, ലോകത്തിലെല്ലാം അവസ്ഥ അതായിരുന്നു ഈ ഗോത്ര കാലഘട്ടത്തിൽ. ഇനി 32 ചോരയാൽ ചളികെട്ടിയ, ചോര കൊണ്ട് ചളിയായി കിടക്കുകയാണ് എല്ലായിടത്തും. അതായത് ലോകത്തിൽ ഇത്രയും സ്ഥലത്ത് ഇതേമാതിരി ഓരോ ദേശത്തിലും അധർമ്മികളായ ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കെതിരെ ജനങ്ങൾ അവരെയെല്ലാം തല്ലിക്കൊന്നിട്ടുണ്ട്. ഇതേമാതിരി ധീരന്മാരായ ആൾക്കാർ അധർമ്മം കാണിക്കുമ്പോൾ. എന്നിട്ടോ പൊട്ടിച്ചിതറിയ പരിച, കൊടിമരങ്ങൾ, വില്ല് എന്നിവയോട് കൂടുന്നതുമായ സേനാംഗങ്ങളെ എല്ലാമാണ് ആര് കണ്ടത്? കാർത്തവീര്യൻ കണ്ടത്. കാർത്തവീര്യന് നോക്കിയപ്പോൾ സ്ഥലത്ത് നിറച്ചു എന്ത് കിടക്കുകയാണ്? ഈ രഥങ്ങളുടെ ചക്രങ്ങൾ കിടക്കുന്നു, കൊടിമരം കിടക്കുന്നു, വില്ലെല്ലാം പൊട്ടിക്കിടക്കുന്നു, പിന്നെ ചോര ചളി കട്ടി കിടക്കുന്നു. അപ്പോൾ അതും കൂടിയും കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വീരാർജുനൻ കോപത്തോടെ ചാടി വീണു. ആരനേരുടെ? പരശുരാമന്റെ നേർക്ക്. എന്നിട്ട് 33 പറയാണ്, ആ വീരാർജുനൻ 500 വില്ലുകളിൽ അത്രയും ശരം തൊടുത്തിട്ട്, ഇയാൾക്ക് എത്രയാ കൈ? 1000 കൈ. അപ്പോൾ ഒരു കയ്യിൽ വില്ലും ഒരു കയ്യിൽ അമ്പും ഇങ്ങനെ പിടിച്ച് വലിക്കണമല്ലോ. അപ്പോൾ 500 കയ്യിലാണ് 500 വില്ല്. അത്രയും ശരവുമായിട്ട് ഒരേ സമയം പരശുരാമൻ്റെ നേർക്ക് തൊടുത്തു. നേരത്തെ 1000 കൈയുണ്ടെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 1000 കൈയുള്ള ഒരു വ്യക്തിയൊന്നും അല്ല ഉള്ളത്. ലോകത്തിൽ മുഴുവൻ ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ ഇങ്ങനെ അധർമ്മികളായ രാജാക്കന്മാർ ഏറ്റുമുട്ടിയിട്ടുണ്ട് പരശുരാമനെ പോലെയുള്ള ധീര വ്യക്തികളുമായിട്ട്. പക്ഷേ പരശുരാമൻ ഒരേ ഒരു വില്ലുകൊണ്ടും അമ്പുകൊണ്ടും അവയെല്ലാം ഒറ്റയടിക്കങ്ങ് അറുത്തു. പിന്നെ 34 മലകളും മരങ്ങളും എല്ലാം കൈകളാൽ പിഴുതെടുത്തുകൊണ്ട് വേഗത്തിൽ ഓടി വന്നിട്ട് കാർത്തികവീര്യൻ്റെ ആ ഭുജം, എല്ലാ കൈകളും 1000 കൈകൾ ഉണ്ടല്ലോ, ആ ഭുജത്തെ അങ്ങ് അറുത്തെടുത്തു. ഭുജത്തെ അറുത്തിട്ടു. പിന്നെ മുപ്പത്തഞ്ചിൽ പറയുകയാണ്, മറ്റേ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈമലെന്തുണ്ട്? പരശുണ്ട്, അല്ലെങ്കിൽ മഴുവുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിരസിനെ വെട്ടി തടയിലേക്ക് ഇട്ടു. ഇത് കണ്ടപ്പോൾ, പിതാവ് മരിച്ചു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം എന്ത് ചെയ്തു? ഇട്ട് ഓടിക്കളഞ്ഞു. ഇത് കണ്ടപ്പോൾ പേടിച്ചിട്ട് എല്ലാവരും ഓടി. പിന്നെ 36 പരശുരാമൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ
ആ സുരഭി അല്ലെങ്കിൽ ആ പശുവിനെ പൈക്കിടാവിനോടൊപ്പം എടുത്തിട്ട് ആശ്രമത്തിലേക്ക് ചെന്നു. ക്ഷീണിച്ച പശുവിനെ പിതാവിന് കൊടുത്തു. പശു ആകെ ക്ഷീണിച്ച് കിടക്കുകയായിരുന്നു. ക്ഷീണിച്ച പശുവിനെ പിതാവിന് കൊടുത്തു. എന്നിട്ട് 37 അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പരശുരാമൻ തൻ്റെ പിതാവിനോടും സഹോദരങ്ങളോടും എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ധീരപ്രവർത്തികൾ. അപ്പോൾ 38 ആ പിതാവ് പറഞ്ഞു, പിതാവ് എന്താണ്? ശുദ്ധമായ ഒരു ബ്രാഹ്മണന്റെ സ്വഭാവമാണ്. ഹേ രാമ, നീ വലിയ പാപം ചെയ്തു. നീ ചെയ്തതെന്താണ്? പാപമാണ്. കാരണം എന്താണ്? സമസ്ത ദേവസ്വരൂപനായ മനുഷ്യനെയാണ് നീ വധിച്ചതല്ലോ. അപ്പം അങ്ങനെയുള്ള പഠിച്ചിട്ട് ബുദ്ധി തലക്ക് കയറിയിട്ടുള്ള ബ്രാഹ്മണന്മാരുടെ സ്വഭാവമാണ് പറയുന്നത് നീ ചെയ്ത തെറ്റാണ്. കാരണം അങ്ങ് പഠിച്ചിട്ട് എവിടെ എത്തിയിരിക്കുക? ബ്രഹ്മസ്വരൂപത്തിലെത്തിയിരിക്കുകയാണ്. അപ്പം ബ്രഹ്മസ്വരൂപമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നതെല്ലാം എന്താണ്? ബ്രഹ്മമാണ്. അപ്പം ഈ കൊന്നിരിക്കുന്ന മുഴുവൻ ആരാണ്? ഈശ്വരനെയാണ് കൊന്നിരിക്കുന്നത്. അതാ ഈ തത്വമാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം അന്നത്തെ ബ്രാഹ്മണരിൽ ഈ ടൈപ്പാണ്. പിന്നെ അവന്മാർ പറയേണ്ട സത്യമെല്ലാം പറയും, പക്ഷേ നേരിടാനുള്ള കഴിവൊന്നുമില്ല. അതാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. പരശുരാമനും ജമദഗ്നി മഹർഷിയും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. സമസ്ത ദേവസ്വരൂപമായ മനുഷ്യരെയല്ലേ നീ വധിച്ചത്? ഉണ്ണി, ബ്രാഹ്മണരായ നമ്മളെല്ലാം ക്ഷമ കൊണ്ട് സംപൂജ്യരായവരാണ്. നമ്മൾ ക്ഷമിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ആര്? ബുദ്ധി അങ്ങ് തികഞ്ഞ് ബ്രാഹ്മണനാകുമ്പോൾ പിന്നെ എല്ലാം ക്ഷമിച്ചോളൂ. എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമിക്കാൻ വിധിക്കപ്പെട്ടതാണ്. ക്ഷമ കൊണ്ടാണ് ബ്രഹ്മദേവന് സർവോന്നതമായ പരമേഷ്ഠി എന്ന പദവിയെ പ്രാപിച്ചത്. ആ ബ്രഹ്മദേവന് പരമേഷ്ഠി എന്ന പദം പ്രാപിച്ചത് എന്തുകൊണ്ടാണ്? അത്രയും ക്ഷമിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളങ്ങ് ക്ഷമിച്ചേക്കണം. ബ്രാഹ്മണന്റെ തേജസ് 40 പറയുകയാണ്. ബ്രാഹ്മണന്റെ തേജസ് ക്ഷമ കൊണ്ട് സൂര്യപ്രകാശത്തെ പോലെ ശോഭിക്കുന്നു. എന്നിട്ടോ അതുകൊണ്ട് നീ എന്ത് വേണം? സർവജ്ഞനായ നാരായണനെ നീ വേഗം പ്രസാദിപ്പിക്കുക. അതുകൊണ്ട് നീ പോയിട്ട് എന്ത് വേണം? സർവജ്ഞനായ നാരായണനെ നീ വേഗം പ്രസാദിപ്പിച്ചെടുക്കുക. അതായത് പോയി തപസ് ചെയ്തിട്ട് നിന്റെ പാപത്തിനെല്ലാം പ്രായശ്ചിത്തം വരുത്തൂ എന്നാണ് ഇദ്ദേഹം പറഞ്ഞ് വിടുന്നത്. അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ ക്ഷമാശീലനായ ആ ശ്രീനാരായണൻ എന്ത് ചെയ്യും? നിന്നോട് പ്രസാദിക്കും. വേഗം തന്നെ പ്രസാദിക്കും. ഇനി 41 പക്ഷാഭിഷേകം ചെയ്ത് മുടി ചൂടിച്ച രാജാവിൻ്റെ വധം ബ്രഹ്മവധത്തേക്കാൾ ഗൗരവമുള്ളതാണ്. കാരണം അദ്ദേഹത്തെ രാജാവാണ്. ആ സ്ഥലത്ത് പട്ടാഭിഷേകം ചെയ്തിട്ട് ഇരുത്തിയ രാജാവാണ്. അപ്പം രാജാവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അങ്ങനെയുള്ളൊരു രാജാവിനെ വധിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മഹത്യയേക്കാൾ വലിയ ഗൗരവമുള്ള കുറ്റമാണ്. രാജാവെന്ത് അധർമ്മം ചെയ്താൽ ക്ഷമിക്കുക. ഇതാണ് ബ്രാഹ്മണരുടെ ബുദ്ധി കൂടിപ്പോയാലുള്ള കുഴപ്പം. എന്ത് അധർമ്മം കണ്ടു കഴിഞ്ഞാലും ക്ഷമിക്കും. അതാണ് ഭീഷ്മർക്ക് പറ്റിയത്. ഭീഷ്മർ എന്താ ധർമ്മം കണ്ടാൽ അയ്യോ ആ കസേല രാജാവിനെ ധിക്കരിക്കുക. എനിക്ക് ഈ കസേലയോട്, ആ കസേലയിൽ ഏത് കക്ഷി ഇരുന്നാലും വേണ്ടിയില്ല, ഏത് കുരുടനായാലും വേണ്ടിയില്ല, ആ കസേലയോടാണ് എനിക്ക് ബഹുമാനം. അതായത് എന്ത് മണ്ടത്തരം വിഡ്ഢിത്തങ്ങൾ തമ്മാടിത്തങ്ങളും കാണിച്ചാൽ അതിനെ അങ്ങ് അംഗീകരിച്ചു കൊടുത്തേക്കുക. അതാണ് ബുദ്ധിമാന്മാർക്ക് പറ്റുന്ന കുഴപ്പം. പഠിക്കുമ്പോൾ നല്ല ബുദ്ധിമാന്മാരായിരിക്കും, റാങ്കെല്ലാം വാങ്ങും. ഭീഷ്മരെ പോലെ പല സ്ഥലങ്ങളിലും കയറിയിരിക്കും. മുകളിലുള്ള പല അധർമ്മങ്ങൾ കാണിക്കുമ്പോൾ അതിനെല്ലാം കൂട്ടു നിന്നുകൊണ്ട് പാണ്ഡവരെ അടിച്ചിട്ട് കാട്ടിലേക്ക്, നീതിമാന്മാരെ കാട്ടിലേക്ക് പറഞ്ഞേക്കും. ഇതിനെല്ലാം കൂട്ടു നിൽക്കും.
ആ ഒരു ആശയമാണ് ഇവിടെ പറയുന്നത് ജമദഗ്നി. അപ്പം ആ രാജാവിൻ്റെ കസേരയിൽ ഇരിക്കുന്നവനെ വധിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മഹത്യയേക്കാൾ ഗൗരവമുള്ള പാപമാണ്. അതുകൊണ്ട് മകനെ, നീ നാരായണനാൽ അർപ്പിതമായ ബുദ്ധിയോട് കൂടിയവനായിട്ട് ആ പാതകത്തെ പരിഹരിച്ചാൽ നീ ചെയ്ത ആ വലിയ പാപത്തിന് പ്രായശ്ചിതമായിട്ട് നീ ഉടനെ തന്നെ പോയിട്ട് നാരായണനെ സമീപിച്ചിട്ട് എന്ത് പരിഹാരമാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്ത് നീ വന്നാൽ. അപ്പോൾ ഒന്നുറപ്പാണ്, ആ തരത്തിലുള്ള ബ്രാഹ്മണനാണ് അന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ ഗോത്ര കാലഘട്ടത്തിന് മുകളിലുള്ളവർ ലോകം മുഴുവൻ കുട്ടിച്ചോറാക്കും. അവർ സ്വാർത്ഥമതികളായ എല്ലാ ധർമ്മങ്ങൾ കാണിച്ച് നശിപ്പിക്കും. അതിനെ നശിപ്പിക്കാൻ അത് വരുന്നുണ്ട്. ബുദ്ധിയുള്ള ബ്രാഹ്മണനല്ല, ബുദ്ധിയുള്ള ബ്രാഹ്മണരുടെ കൂടെ ക്ഷത്രിയ സ്വഭാവമുള്ള ആൾക്കാർ കയറി വരുമ്പോഴാണ് എന്ത് പറ്റുന്നത്? ലോകത്തിലെ അധർമ്മം ഇല്ലാതാകുന്നത്. ഇതാണ് ഗോത്ര കാലഘട്ടത്തിൻ്റെ. ഈ ഗോത്രകാലഘട്ടം കഴിഞ്ഞാണ് നമ്മൾ ഏതിലേക്ക് പോയത്? കൊളോണിയലിസത്തിലേക്ക് പോയത്.